ഹോട്ടലുകൾ മുടക്കം. വാണിജ്യ സിലിണ്ടർ വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച ഹോട്ടലുകൾ അടച്ചിട്ട ഉടമകളുടെ പ്രതിഷേധം. യാത്രക്കാരും തൊഴിലാളികളും വലഞ്ഞു. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ 993 രൂപയാണ് ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ കഴിഞ്ഞയാഴ്ച വർദ്ധിപ്പിച്ചത്. ഇതോടെ വലിയ വിലക്കയറ്റമാണ് മൊത്തത്തിൽ ഹോട്ടൽ ഭക്ഷണ വിതരണ മേഖലയിൽ വരാൻ പോകുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ഇതോടെ സംസ്ഥാനത്തും പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലും ജനം വലഞ്ഞു. നഗരത്തിലെയും മറ്റും യാത്രക്കാരാണ് ചായ പോലും കിട്ടാതെ കുടുങ്ങിയത്. കേരളത്തിൽ എല്ലായിടത്തും ഹോട്ടലുകൾ അടച്ചിട്ടു. ചായക്കടകൾ പോലും അടച്ചിട്ടത് വഴിയാത്രക്കാരെ വലച്ചു. കടുത്ത വേനലിനിടെയും ചായയിലും കടിയിലും ആശ്വാസം കണ്ടെത്തുന്നവരാണ് കുരുക്കിലായത്. പാലക്കാട് നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകൾ മുതൽ മിൽമ സ്റ്റാളുകൾ വരെ അടഞ്ഞുകിടന്നു. അർദ്ധരാത്രി 12 മണിക്ക് ആരംഭിച്ച 24 മണിക്കൂർ അടച്ചിടൽ സമരം രാത്രി 12 മണിവരെ നീണ്ടുനിൽക്കും. നഗരത്തിലും ആലത്തൂർ തുടങ്ങിയ മേഖലകളിലും ഹോട്ടൽ ഉടമകൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി. വാണിജ്യ സിലിണ്ടർ 19 കിലോയ്ക്ക് നിലവിലുണ്ടായിരുന്ന 2100 രൂപയാണ് 3000 രൂപയിലധികമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നെന്മാറയിലെയും ചിറ്റൂരിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും വരെ ഹോട്ടലുകളും ചായക്കടകളും അടഞ്ഞുകിടന്നു. ഇറാൻ അമേരിക്ക യുദ്ധമാണ് വില വർദ്ധിപ്പിക്കാൻ കാരണമായത്. മറ്റ് ഇന്ധനങ്ങളുടെ വിലയും വൈകാതെ വർദ്ധിക്കുമെന്നാണ് ആശങ്കപ്പെടുന്നത്. UTV ന്യൂസ്, പാലക്കാട്.